ഹായ്, നമസ്കാരം. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇത്ര സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണെന്നാണ് ഒരു ഇടത്തരം സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ചോദിക്കാറ്. കാരണം പല ബിസിനസ്സുകാരും അങ്ങനെ ഒരു റെഗുലർ ഇൻകം എന്നുള്ള രീതിയിലല്ല അവരുടെ വരുമാനത്തെ കാണുന്നത്. പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് പറയുമ്പോൾ അത് കുറെ കഴിയുന്ന സമയത്താണ് അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ഇവർ ബോധവാന്മാരാകുന്നത്. അപ്പോഴേക്ക് മിക്കവാറും വ്യക്തികൾ ജോലിയൊക്കെ അവസാനിപ്പിച്ച് റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ഒരു തുടക്കക്കാരന് ഏറ്റവും നല്ല രീതിയിൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മളുടെ വരുമാനത്തെ ഒരു സ്ഥിരതയുള്ള വരുമാനമാക്കി മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിന് സ്ഥിരതയുള്ള ഒരു വരുമാനമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ജോലി കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. ഉള്ള വരുമാനത്തെ നമുക്കൊരു സ്ഥിരതയുള്ള വരുമാനമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ആവറേജ് ഒരു മാസത്തെ വരുമാനം എത്രയുണ്ടെന്ന് നോക്കുക. എന്നിട്ട് അതൊന്ന് ഓരോ മാസവും മാസം ആദ്യം തന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം തന്നെ നമുക്കത് നടപ്പാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് സാധിക്കും. ആവറേജ് നമ്മൾ ഒരു 1000 രൂപ വരുമാനം കിട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിന് ഒരു 20 ദിവസമാണ് അദ്ദേഹത്തിന് ജോലി ഉള്ളൂ എന്ന് വിചാരിക്കും. കാരണം സൺഡേ ലീവ് പോവും, മറ്റെന്തെങ്കിലും കാരണവശാൽ ഒരു 4-5 ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ബ്രേക്കപ്പ് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് 1000 രൂപയാണെങ്കിൽ 20,000 രൂപ അദ്ദേഹത്തിന് ഒരു മാസം ഇൻകായിട്ട് കാണാം. ഇതിന്റെ ഒരു 50% വീട്ടു ചെലവുകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. ഇനി 20% അദ്ദേഹം നിർബന്ധമായിട്ടും സേവിങ്സിലേക്ക് മാറ്റിവെക്കണം. അതെന്തിനാണെന്ന് ഞാൻ ഘട്ടഘട്ടമായിട്ട് ഞാൻ പറഞ്ഞു തരാം. 10% നമ്മൾ നിർബന്ധമായിട്ടും ഹെൽത്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അപ്പോൾ 80%. ബാക്കി 20% നമ്മൾ നിത്യനിദാന ചെലവിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അങ്ങനെ നമുക്ക് കിട്ടുന്ന വരുമാനം 100% ഈ ഒരു രീതിയിൽ നമ്മൾ അടുത്ത 1-2 വർഷം ഒന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ പിന്നീട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനും അതിലൂടെ നമുക്കൊരു സ്ഥിരതയുള്ള വരുമാനമാക്കി നമ്മുടെ ഉള്ള വരുമാനത്തെ മാറ്റിയെടുക്കാനും വേണ്ടി സാധിക്കും. ഈ 50% വീട്ടു ചെലവുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ സാധനങ്ങൾ വാങ്ങണം, കുട്ടികളുടെ പഠനം കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത 20% നമ്മൾ ഒരു സമ്പാദ്യത്തിലേക്ക് മാറ്റിവെക്കുന്ന രീതിയിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതിൽ 10% നിങ്ങൾക്ക് ലോണോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റിവെക്കാം. എന്നിട്ട് നമ്മൾ അതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ, അതായത് ചിലപ്പോൾ 4-5 ഐറ്റം നമുക്ക് ലോണുകൾ ഉണ്ടാകാം. ചിലപ്പോൾ വീടിന്റെ ലോൺ ഉണ്ടാവാം, അല്ലെങ്കിൽ ബൈക്കിന്റെ ലോൺ ഉണ്ടാവാം, കാറിന്റെ ലോൺ ഉണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ചിട്ടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതിൽ ആദ്യം കഴിയുന്ന ഏതാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളത് ചെയ്യാൻ തയ്യാറാവാം. അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കൂടും. എന്നിട്ട് തൊട്ടടുത്ത് ഏറ്റവും ആദ്യം കഴിയാവുന്ന കാര്യങ്ങളെ നമ്മൾ അടുത്തതായിട്ട് പിടിക്കുക. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ബാധ്യതകൾ ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ. ഇനി അടുത്ത 10% എന്ന് പറഞ്ഞു നമ്മളൊരു എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ മാറ്റിയെടുക്കണം. ആ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 5-6 മാസം നമുക്ക് ജോലി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നടന്നു പോകാൻ കഴിയും. കാരണം കൊറോണ പോലത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ അനുഭവത്തിൽ നിന്ന് തന്നെ പഠിച്ചതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മളത് ഘട്ടം ഘട്ടമായിട്ട് അതായത് നമ്മൾ ജോലി ചെയ്താൽ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു 5-6 മാസത്തെ വരുമാനം നമ്മളുടെ കയ്യിൽ എപ്പോഴും നമുക്ക് എടുത്താൽ കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു സേവിങ്സ് ആയിട്ട് മാറ്റണം. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരാവുന്ന ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും. ഇനി അടുത്ത 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിലവിലുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകൾ ഇപ്പൊ നിലവിലുള്ളതും ഭാവിയിൽ വരാവുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാം. അത് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇൻകത്തിൽ നമുക്ക് നിൽക്കും കാര്യങ്ങൾ. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് 2, 3, 5, 10 ലക്ഷം രൂപ നമ്മൾ മുടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ പ്ലാനിങ്ങുകളും അവിടെ തെറ്റിപ്പോകും. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 80%. ഇനി ബാക്കി വരുന്ന 20% എന്ന് പറഞ്ഞാൽ അതിലൊരു 5% നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ സേവിങ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. കാരണം സേവിങ്സിന് മാറ്റി വെച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ
കയ്യിൽ എത്ര കിട്ടിയാലും നമുക്ക് നിൽക്കില്ല. അപ്പം നിർബന്ധമായിട്ടും കിട്ടുന്നതിന് 5% നമ്മൾ ആ രീതിയിൽ തന്നെ മാറ്റി വയ്ക്കുക. ബാക്കി 15% നമുക്ക് കുട്ടികളുടെ പഠനം, ബാക്കിയുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്കെല്ലാം നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി സാധിക്കും. ഇനി അതുപോലെ തന്നെ വീട്ടിൽ വരാവുന്ന അത്യാവശ്യ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ആ ഒരു രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പല റൂളുകളുണ്ട്, അതിലൊരു റൂൾ മാത്രമാണ് ഇത്. ഇനി ഇതിൽ തന്നെ നമുക്ക് ആദ്യം കഴിയുന്ന ഓരോ ലോണിന്റെ കാര്യങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ആ എമൗണ്ട് കൂടെ നമ്മൾ സേവിങ്സിലേക്ക് പോകും. അപ്പോൾ അത് നമുക്ക് ഭാവിയിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ നമുക്ക് ഒരു റിട്ടയർമെന്റ്, മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ സ്ഥിരതയുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് ഇത്. ഇത് ചെയ്യുമ്പോൾ തന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു മാസത്തെ നമ്മൾ ഒരു വരുമാനത്തിന്റെ ഒരു ബേസാണ് ചെയ്തത്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മാസത്തെ അല്ല, ഒരു വർഷത്തെ ഒരു ബജറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു വർഷത്തെ ബജറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മാസം × 12, അപ്പോൾ ആ ഒരു വർഷം നമുക്ക് ഏകദേശം കിട്ടാവുന്ന എമൗണ്ട് നമുക്ക് അവിടെ പ്ലാനിങ് ആയി. അതിൽ നമുക്ക് ഏതെല്ലാം കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞു പോകേണ്ടത് എന്നുള്ളത് കൂടെ വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പം ഞാൻ ഈ പറയുന്ന അതേപോലെ 100% ചെയ്യണം എന്നുള്ളതല്ല പറയുന്നത്. അതിൽ ചെറിയ ചെറിയ നീക്കുപോക്കുകളാണെങ്കിൽ പോലും ഒരു ദൂര പ്ലാനിങ്ങിൽ ഇത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ട് മാറും. അപ്പോൾ സ്ഥിരതയുള്ള വരുമാനമായിട്ട് മാറണം. ഒരു ബജറ്റ് തയ്യാറാക്കിക്കൊണ്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു എമർജൻസി ഫണ്ട് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു 5-6 മാസത്തെ വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം നമ്മൾ കാണേണ്ടത്. കാരണം പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങളോ അപകടങ്ങളോ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പല കുടുംബങ്ങളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഇതെല്ലാം പെട്ടെന്ന് തന്നെ എല്ലാ സാമ്പത്തിക പ്ലാനുകളും അതോടുകൂടി കഴിയും. അപ്പോൾ നമുക്ക് ഒരിക്കലും അതൊന്ന് കരകയറാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒരു 5% നമ്മൾ നിക്ഷേപത്തിലേക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതായത് തുടക്കത്തിൽ 5%, പിന്നെ അത് 5, 10, 15, 20 ആ രീതിയിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. കാരണം അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ ഒരുപാട് ലോണോ കാര്യങ്ങളോ ഉള്ള വ്യക്തികളാണെങ്കിൽ ഇന്ന് തന്നെ വേഗം പെട്ടെന്ന് പോയിട്ട് നിക്ഷേപത്തിലേക്ക് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ നാളെ ലോണൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഉള്ളത് ഓരോ ലോണ് കഴിയുന്നതിനനുസരിച്ച് ആ എമൗണ്ട് കൂടെ നമ്മൾ നിക്ഷേപത്തിലേക്ക് മാറ്റി വയ്ക്കാം. കാരണം അങ്ങനെ നിക്ഷേപത്തിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന്, എന്തെങ്കിലും എമർജൻസികളായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് നിക്ഷേപത്തിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് എടുത്ത് കാര്യങ്ങൾ നടത്താൻ പറ്റും. അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കുറച്ചായിട്ട് നമുക്കത് നിക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നിക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ നമുക്കൊരു അഡീഷണൽ വരുമാനമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നീട് നമുക്കതൊരു റിട്ടയർമെന്റ് പ്ലാൻ ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഇനി നിക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫിക്സഡ് ആയിട്ട് ഒരു നിക്ഷേപമായിട്ട് ചെയ്യുന്നതിന് പകരം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്ക് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ നിക്ഷേപങ്ങളെ നമുക്ക് എപ്പോഴും നമുക്കതൊരു ലാഭകരമാക്കി മാറ്റാൻ പറ്റും. കാരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമാണ് നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആൾക്കാർ കാണാൻ സ്വർണം വാങ്ങി വെക്കുന്നത് കാണാം. പക്ഷെ സ്വർണത്തിന് എപ്പോൾ വേണമെങ്കിലും വില കൂടാൻ കുറയാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. മാത്രമല്ല അതിൽ പണിക്കുറവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങുന്ന സമയത്ത്, കാരണം കോയിനല്ല മിക്കവാറും ആൾക്കാർ വാങ്ങുന്നത്, സ്വർണം എന്ന് പറഞ്ഞിട്ട് ആഭരണങ്ങളാണ് വാങ്ങുന്നത്. അപ്പോൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിൽ പണിക്കൂലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. തിരിച്ച് നമ്മൾ കിട്ടുന്ന സമയത്ത് പണിക്കുറവ് എന്നും പറഞ്ഞുകൊണ്ട് അതൊന്ന് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് നമുക്ക് മിച്ച ഒരു നിക്ഷേപമായിട്ട് മാറുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് സ്വർണ്ണ നിക്ഷേപത്തിലേക്ക് വരുന്നത്. അതേ സ്ഥാനത്ത് അല്പം കൂടെ കൂടുതൽ മെച്ചപ്പെട്ട ജീവിത രീതി നയിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഷെയർ മാർക്കറ്റിൽ, അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ, അതുപോലെ മറ്റ് പല സ്റ്റോക്ക് കാര്യങ്ങളിലെല്ലാം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ലാഭവിഹിതം വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സൂക്ഷ്മതയോട് കൂടിയിട്ട് അവർ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ആ രീതിയിൽ ചെയ്യാം. ഇനി ഇത് 2 ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ, നിങ്ങൾ പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ബാങ്കിലോ അല്ലെങ്കിൽ ഇൻഷുറൻസിലോ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരം നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു നിക്ഷേപമാണ് ആദ്യമായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ഇൻഷുറൻസിൽ തുടങ്ങും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞാൽ അതവിടെ മുടങ്ങിപ്പോകും. അതുമല്ല നാളെ നമുക്ക് എന്തെങ്കിലും പറ്റുന്ന സമയത്ത് നമ്മളെ
ഫാമിലിക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്തതിന്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും. അവരുടെ വരുമാനം ഇല്ലാണ്ടായി അവരുടെ ജീവിതം തന്നെ താറുമാറാവും. അതേ സ്ഥാനത്ത് നമ്മൾ കുറച്ച് ഒരു ദീർഘവീക്ഷണത്തോടു കൂടി കാണുകയാണെങ്കിൽ ഒരു ഉയർന്ന ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന രീതിയിലേക്ക് ഈ ചെറിയ നിക്ഷേപങ്ങൾ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം അല്ല അവിടെ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്, നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് ഫാമിലിക്ക് കിട്ടുന്നത്. ഒപ്പം ഉയർന്ന ഇൻഷുറൻസ് കവറേജ് എത്രയാണോ അതാണ് അവർക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ അത് നമ്മുടെ ഫാമിലിയുടെ മുന്നോട്ട് പോക്കിനെ സഹായിക്കും. ഒരു നിക്ഷേപം 2 നിക്ഷേപമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിക്ഷേപിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം എടുക്കേണ്ടത് ഇൻഷുറൻസ് ആണ്. അവിടെ ലൈഫ് ഇൻഷുറൻസ് നമ്മൾ നല്ല പ്ലാനുകൾ നോക്കി നമ്മൾ തിരഞ്ഞെടുക്കാൻ പറ്റും. ഞാൻ പ്ലാനുകളെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി പല രീതിയിലേക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാം. അതിൽ നിങ്ങൾക്ക് അറിയാവുന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ളതും നിങ്ങൾക്ക് ചീറ്റ് ചെയ്യപ്പെടില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് നിക്ഷേപിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി അതോടൊപ്പം തന്നെ ഷെയർ മാർക്കറ്റിലേക്കൊക്കെ എത്തിപ്പെടുന്ന പല വ്യക്തികൾക്കും പല അബദ്ധങ്ങളും സംഭവിക്കുന്നുണ്ട്. ഇത് പുറത്ത് പറയാൻ മടിയുള്ളതുകൊണ്ട് പലരും അത് പറയാറില്ല എന്ന് മാത്രം. കാരണം ഇതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അതിലേക്ക് പണം കൊണ്ട് നിക്ഷേപിക്കും. എന്നിട്ട് ഒരു എമർജൻസി വരുന്ന സമയത്ത് നമ്മൾ വേറെ നിക്ഷേപങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കുക. അദ്ദേഹത്തിന് എമർജൻസി വരുന്ന സമയത്ത് കിട്ടിയ വിലയ്ക്ക് അത് വിറ്റിട്ട് നഷ്ടത്തോടു കൂടി അത് വാങ്ങേണ്ട സ്ഥിതി വരും. അത്തരം കാര്യങ്ങളിലേക്ക് പോകണ്ട. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ദീർഘവീക്ഷണത്തോടു കൂടി കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്, നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാൻ. കാരണം അവിടെ ലാഭം വരുന്ന സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മളൊരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് നല്ലൊരു അസറ്റാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ അസറ്റാക്കി മാറുമ്പോൾ നമ്മുടെ കിട്ടുന്ന വരുമാനത്തിന്റെ കൂടെ ഒരു അഡീഷണൽ ഇൻകം കൂടെ ഇത്തരം നിക്ഷേപങ്ങൾ കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിത നിലവാരം മെല്ലെ 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 ഉയരാനും മാത്രമല്ല മക്കളുടെ വിദ്യാഭ്യാസം മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഫണ്ട് നമുക്ക് അത്തരം കാര്യങ്ങൾക്കും കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് മെല്ലെ മാറ്റിയെടുക്കാം. അപ്പം അങ്ങനെ മാറ്റിയെടുക്കുന്ന സമയത്ത് അത് നമ്മളുടെ ലൈഫിൻ്റെ ഏറ്റവും നല്ല മുന്നോട്ട് പോക്കിനെ സ്വാധീനിക്കാനും അതിലൂടെ നമ്മുടെ വളർച്ചയും നമ്മുടെ കുടുംബത്തിൻ്റെ വളർച്ചയും ഒപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിലേക്ക് ഉണ്ടാവണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പല വ്യക്തികൾക്കും അവനവൻ്റെ വരുമാനം എന്താണോ അതിലെന്താണോ ചെലവ് എന്നുള്ളത് പലരും ശ്രദ്ധിക്കാതെ കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ ചെലവാക്കി പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മുടെ വരുമാനം എന്താണെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചുകൊണ്ട് അതിൽ നിന്ന് ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ചെലവഴിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തിക്കൊണ്ട് പാഴ്ചെലവുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, കാരണം പണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പ്ലാനിങ് ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പലപ്പോഴും പാഴ്ചെലവുകളായിട്ട് ഒരു ആവശ്യമില്ലെങ്കിൽ ശരി ചില സാധനങ്ങൾ നമ്മൾ വാങ്ങിയിടും. ഒന്ന് വെറുതെ ഷോപ്പിങ്ങിന് പോകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എമർജൻസി അല്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പണം പെട്ടെന്ന് ചെലവഴിക്കും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ പിന്നെ ഒരു എമർജൻസി വരുന്ന സമയത്താണ് നമുക്ക് വായ്പ വാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് വായ്പ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നിന്ന് പോവില്ല. അതേ സ്ഥാനത്ത് നമ്മൾ കൃത്യമായിട്ട് പാഴ്ചെലവുകൾ എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് നല്ല രീതിയിൽ മെച്ചപ്പെടാനും അതിലൂടെ നമ്മുടെ ഭാവി ഉറപ്പാക്കാനും കഴിയും. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.